മനസ്സിൻ്റെ അഭ്രവാളിയിൽ എന്നോട് ദേഷ്യം പിടിച്ച ആ മനുഷ്യൻ്റെ ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ആ ചിത്രം അത് ഞാൻ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ അതെന്നിൽ വലിയൊരു അസ്വസ്ഥതകൾ ഉണ്ടാക്കും. ആ ചിത്രത്തെ ഞാനൊരു ചലച്ചിത്രമായി എന്നിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് കാണാണ്. എങ്കിലും അയാൾ എന്നോടാണ് ദേഷ്യം പിടിച്ചത്. ആ ദേഷ്യം അദ്ദേഹത്തിന് എന്തോ റിക്വസ്റ്റ് ചോദിക്കാനുണ്ട്. അതിലെന്തെങ്കിലും പാഠങ്ങൾ ഞാൻ ഉൾക്കൊണ്ടേണ്ടതുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യരോട് ദേഷ്യം പിടിക്കുമ്പം ആ ദേഷ്യം പിടിക്കപ്പെട്ടവൾ, ദേഷ്യം കേട്ട ആൾ തീർച്ചയായിട്ടും എന്ത് തിരുത്തലുകൾക്കാണ് തയ്യാറാവേണ്ടത്, എന്ത് മാറ്റങ്ങൾക്കാണ് വരുത്തേണ്ടത്, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. ദേഷ്യം പിടിക്കുന്ന വേളയിൽ ഒരുപക്ഷെ ആ മനുഷ്യൻ അവരുടെ ഭാഷ അത് നമ്മുടെ ലോജിക്കായിട്ടുള്ള ഭാഷയായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റായ രീതിയിലാണെങ്കിലും ആ ദേഷ്യം പിടിക്കുന്ന അവസ്ഥയിൽ ഒരു മനുഷ്യന് ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതും അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നതും വ്യത്യസ്തമായിരിക്കും. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ആ മനുഷ്യൻ ഉപയോഗിച്ച ഭാഷ അതൊരിക്കലും ആ മനുഷ്യൻ്റെ റിയാലിറ്റിയായി വ്യാഖ്യാനിക്കാനും പാടുള്ളതല്ല. അതൊക്കെ ആ ഒരു സമയത്ത് മനുഷ്യൻ സംഭവിക്കുന്നതാണ്. ഒരു മനുഷ്യനെയും വെറുക്കാൻ മനുഷ്യരുടെ പെരുമാറ്റങ്ങൾ കാരണമാക്കാൻ പാടില്ല. ഓക്കെ, ബൈ.